സർ, പറയൂ. എൻ്റെ കയ്യിൽ ഒരു 10 lakhs ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അത് റിസ്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം. പ്രസന്റ്ലി മാർക്കറ്റ് വോളറ്റൈൽ ആണല്ലോ. നിലവിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് കുറയ്ക്കാനുള്ള ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയും. ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ ഡെപ്റ്റ് ഫണ്ടിൽ ലിക്വിഡ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ് ലൈക്ക് FD പോലെ മാസം ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫണ്ടിൽ നിന്ന് ഒരു ഫിക്സഡ് എമൗണ്ട് മാസം, ഒരു എക്സാമ്പിൾ ആയിട്ട് 1 ലക്ഷം രൂപ ഇക്വിറ്റി ഫണ്ടായ സ്മോളിലും മിഡിലേക്കും ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒരു 10 മാസത്തേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ 10 ലക്ഷം രൂപ 10 തവണയായിട്ട് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റഡ് ആയി തീരും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പല തവണയായിട്ട് നമ്മളുടെ 10 ലക്ഷം രൂപ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുടെ റിസ്ക് കുറയുകയും ആൾറെഡി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷം രൂപയ്ക്ക് അവിടെ മന്ത് ഓൺ മന്ത് ഒരു ഫിക്സഡ് റിട്ടേൺ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. ലോങ് റണ്ണിൽ മറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ അപേക്ഷിച്ച് നമുക്കൊരു ഡീസന്റ് റിട്ടേൺ കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ഉണ്ട്.